പ്രത്യേകതരത്തിൽ ഒരു തരിശു ഭൂമിയിലൊക്കെ മത്സ്യകൃഷി ചെയ്യുന്ന ഒരു ലക്ഷ്മണേട്ടൻ്റെ പ്ലോട്ടിലേക്കാണ്. അപ്പോൾ ലക്ഷ്മണേട്ടൻ്റെ പ്ലോട്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അപ്പോൾ നമുക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാം എന്തൊക്കെയാണ് മീൻ കൃഷി. ഇപ്പോൾ നിങ്ങൾ കുളം നിങ്ങൾക്ക് വ്യക്തമായി കാണിച്ചു തരാം എങ്ങനെയാണ് കുളം അദ്ദേഹം ഡിസൈൻ ചെയ്ത കാര്യങ്ങളൊക്കെ. കാരണം നല്ലൊരു ലാഭം കൊറോണ കാലത്ത് നല്ലൊരു ലാഭം ഉള്ളൊരു ഫീൽഡാണ് ഈ മത്സ്യകൃഷി. ഒരുപാട് ആൾക്കാർ ഗൾഫിൽ നിന്നൊക്കെ വന്നിട്ട് മത്സ്യകൃഷിയിലേക്ക് ഇറങ്ങിയ ആൾക്കാരുണ്ട്. നമ്മുടെ പഞ്ചായത്ത് തന്നെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. അതിലൊരു മാതൃകാപരമായിട്ട് രീതിയിൽ ഇപ്പം പുതിയതായിട്ട് ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയ വ്യക്തിയാണ് ലക്ഷ്മണേട്ടൻ. അപ്പോൾ ലക്ഷ്മണനോട് ചോദിക്കുകയാണ്, ലക്ഷ്മണേട്ടാ നിങ്ങളിപ്പം ആദ്യമായിട്ടാണല്ലോ മത്സ്യകൃഷി ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഇത് ഏകദേശം എത്ര സെൻറ്റിലാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ മത്സ്യകൃഷി? 18 മീറ്റർ നീളവും 8 മീറ്റർ വീതി. അതായത് 18 മീറ്റർ നീളവും 8 മീറ്റർ വീതി. പക്ഷേ ഏകദേശം ഇത് 2 ഭാഗമായിട്ട് കാണുന്നുണ്ട്. 2 പാർട്ടാണ്. ഇടത്തും വലത്തുമായിട്ട് 2ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് എന്തിനൊക്കെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? ഇത് 2 ഘട്ടങ്ങളായിട്ട് മത്സ്യം ഒരു ഘട്ടം ഇറക്കി വിളവെടുത്തതിന് ശേഷം കുറച്ച് വേഗം തന്നെ ഇനി ആദ്യമാണല്ലേ, ഒരു കുറച്ച് കാലം കഴിഞ്ഞിട്ട് ഇപ്പുറത്തേക്ക് പോകും. ഇപ്പം നിങ്ങൾ ചെയ്തതിൻ്റെ നിലവൊരുക്കുന്നതിന്റെ ഭാഗമായിട്ട് തന്നെ ഇതെങ്ങനെയാണ് ആദ്യം എങ്ങനെയാണ് ഇത് JCB വെച്ചിട്ട് ഏകദേശം എത്ര ആഴത്തിൽ കുഴിച്ചിട്ടുണ്ട്? ആഴം ഒരു 7-8 മീറ്ററോളം. 8 മീറ്ററോളം ആഴത്തിലാണ് കുഴിച്ചിരിക്കുന്നത്. 8 മീറ്ററോളം ആഴത്തിൽ ഇത് കുഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം എന്താ ചെയ്തിരിക്കുന്നത്? 2 സൈഡും നല്ല ഓവലായിട്ട് എടുക്കണം, ഷേപ്പാക്കി എടുക്കുക. അതായത് നമ്മൾ അതായത് ഇങ്ങനെ കൂർത്ത രീതിയിൽ വരാതെ സ്ലോപ്പ് ഷേപ്പാക്കി എടുക്കുക. ആ രീതിയിൽ ചെയ്യുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾ എന്താണ് ചെയ്തത്? പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ച്, അതായത് പോളിത്തീൻ, ഈ കാണുന്ന പോളിത്തീൻ, നല്ല പോളിത്തീൻ കവർ വേയുമ്പോൾ അത് നല്ല ക്വാളിറ്റി തിക്നെസ് വല്ലതും ഉണ്ടോ? ഇതിന്റെ ശരിക്കും അറിയില്ല, പക്ഷേ ഇത് 5 കൊല്ലം അവർ ഗ്യാരണ്ടി വരാം. 5 കൊല്ലം ഗ്യാരണ്ടി ഉള്ള പോളിത്തീൻ കവറിലേക്കാണ് ഇത് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്, അത് ചെയ്തിരിക്കുന്നത്. ഏകദേശം ഇത് മൊത്തമായിട്ട് തന്നെ പോളിത്തീൻ കവർ വിരിച്ചോ അല്ലെങ്കിൽ 2 ഘട്ടമായിട്ടാണ് മൊത്തമായിട്ട് പോളിത്തീൻ കവർ. ഏകദേശം എത്ര അടിയിൽ ഇപ്പോൾ വെള്ളമുണ്ട്? എത്ര ആഴത്തിൽ വെള്ളമുണ്ട്? ഇപ്പോൾ 8 മീറ്റർ ആഴം പറഞ്ഞാൽ ഒരു 4 മീറ്ററോളം വെള്ളം ഉണ്ടാവും. 4 മീറ്റർ വെള്ളം ഉണ്ടാവും. ഏകദേശം എത്ര മീൻ കുഞ്ഞുങ്ങളെ ഇപ്പം ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്? നമ്മൾ ഒന്നിലും ഒരു ചെറിയതിൽ 2000 കുഞ്ഞുങ്ങൾ ഇട്ട്. ആ ചെറുതിൽ 2000 കുഞ്ഞുങ്ങൾ ഇട്ടിട്ടുണ്ട്. അതിന് വലുതാവുമ്പോൾ ഇപ്പുറത്തോട്ട് മാറ്റുക? അതിപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് തന്നെ അത് പ്രത്യേക തരം മീനാണ്. ഇപ്പുറത്തെ വേറൊരു തരം മീൻ ഇടും. 2 ഘട്ടങ്ങളായി ഇടേണ്ടതാണ്. അപ്പോൾ ഏകദേശം ഏതൊക്കെ മീനാണ് ആദ്യം പ്ലോട്ടിലിട്ട മീൻ? ആസാം വാള എന്ന് പറഞ്ഞ മീനാണ്, വെറൈറ്റിയാണ്. ഏകദേശം 2000-ഓളം ഇട്ടിട്ടുണ്ട്. 2000. ഇങ്ങനെ ഈ 18 മീറ്റർ ആണല്ലോ പറഞ്ഞത് അല്ലേ? 8 മീറ്റർ വീതിയും. ആ രീതി ഉണ്ടാക്കാൻ വേണ്ടി ഏകദേശം എത്ര രൂപ ചെലവ് വന്നിട്ടുണ്ട് ഇത് മൊത്തം? ഇപ്പം 2,35 കറക്റ്റ് കണക്ക് 2,35,000 രൂപ മാത്രം 1 ലക്ഷം രൂപയായി. ഇപ്പൊ 2000. ഇപ്പൊ നിങ്ങളിപ്പം ഇതിന് മുകളിൽ ഇങ്ങനെ കവർ വിരിച്ചിട്ടുണ്ട്. ഇത് അത് പക്ഷികളും മറ്റേതെല്ലാം കൊണ്ടുപോയി. ഓക്കെ. ഇത് വെയിൽ തട്ടാതിരിക്കാണ്. അപ്പോൾ ഈ വെള്ളമൊക്കെ എടുക്കുന്നത് എവിടെ നിന്നാണ് എടുക്കുന്നത്? വെള്ളം നമ്മൾ തൽക്കാലം പമ്പ് ചെയ്തെടുക്കുന്നു. ആ രീതിയിലാണ്. ഇപ്പോൾ അതിപ്പോൾ 2ാം തരത്തിലേക്ക് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അല്ലേ? 2ാമത്തെ ഇടാൻ കൃത്യമായിട്ട് നമ്മൾ ഫിൽറ്റർ ഇല്ലാണ്ട് ഇട്ടാലേ മീൻ കുഞ്ഞുങ്ങൾ വേഗം ചത്തു. ഓക്കെ. ഫിൽറ്ററിന് വേണ്ടിയിട്ട് കറണ്ട് എടുത്തിട്ട് ഫിൽറ്റർ ആവണം. ഈ ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഫിൽറ്റർ ഒരു ചെറിയ മോട്ടർ എടുക്കുക. മോട്ടർ എടുത്തിട്ട് അതിൻ്റെ അകത്ത് വലിയ ബാരലിൽ അത് ചെയ്തില്ല നമ്മൾ വലിയ ബാരലിൻ്റെ അകത്ത് പിന്നെ അടിയിൽ ബേബി ജെല്ലി ഇടുക. അതിൻ്റെ അകത്ത് വലിയ ഈ ഫൈബറിൽ നമ്മൾ ചകിരി ഇങ്ങനെ ഇടുക. അല്ലെങ്കിൽ സൗണ്ട് കേൾക്കുന്നില്ലെങ്കിൽ കൊതുവലേൻ്റെ നെറ്റ് നല്ലോണം ഈ ഡ്രമ്മിലേക്ക് നിറയ്ക്കുക. എന്നിട്ട് ഈ വെള്ളം ഇതിലേക്ക് പമ്പ് ചെയ്തിട്ട് കയ്യെങ്കിലും ഇത് കുറച്ച് ഉയരത്തിൽ വെച്ചിട്ട് പിന്നെ അതിൽ തന്നെ ഓക്സിജൻ വരുത്താൻ പറ്റും. നമ്മൾ മത്സ്യത്തിന് വേണ്ടേ അത് കുറച്ച് ഉയരത്തിൽ വെച്ചിട്ട് ഈ സ്പ്രെഡ് ആക്കുക വെള്ളം. പൈപ്പ് വെച്ചിട്ട് ഈ വെള്ളം നമ്മൾ സ്പ്രെഡ് ആവുമല്ലോ. സ്പ്രെഡ് ആകുമ്പോൾ ഈ വെള്ളം അതിന് വേണ്ടുന്ന ഓക്സിജൻ കൂടി ഓക്സിജനും കിട്ടും അല്ലേ? അപ്പോൾ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്യുന്നുണ്ട്. ഏകദേശം ഇത് ഏത് മാർക്കറ്റിൽ എങ്ങനെയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? മാർക്കറ്റ് നമ്മൾ പിന്നെ കുറച്ച് ആൾക്കാർ ചങ്ങായിമാറിനെ വാട്സപ്പിൽ ഇട്ട് ഒരുപാട് ഡിമാൻഡുള്ള സംഭവമാണ് അല്ലേ ആസാം വാള എന്ന് പറയുന്നത്? ഏകദേശം എത്ര കാലം കൂടി ആസാം വാള വലുതാവും? 9 മാസം, 1 കൊല്ലം 2 കിലോ വരെ കിട്ടും. 1 കൊല്ലം കൊണ്ട് 2 കിലോ, ഈ ചെറിയ മീനിന്ന് 2 കിലോ വരെ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഉടനെ അടുത്ത ലോട്ട് മീനി നമുക്ക് ഇടാൻ സാധിക്കും. ഇപ്പം പെട്ടെന്ന് ഇടണമെന്നുള്ളതൊക്കെയാണ് ഞാനുള്ളത്. ആണല്ലേ? ആ രീതിയിലാണുള്ളത്. അപ്പോൾ ഏകദേശം നല്ലൊരു സംരംഭമാണ്. താങ്കൾ ആദ്യമായിട്ടാണല്ലോ? ആദ്യമായിട്ട്. പക്ഷേ മീനിനെ ഇടുമ്പോൾ അതിൻ്റെ അകത്തെ pH കാര്യങ്ങൾ നോക്കാൻ, ഇതിൻ്റെ പിന്നെ പല കാര്യങ്ങളും നോക്കാനുണ്ട്. ഇപ്പോൾ മീൻ കുഞ്ഞുങ്ങളെ കണ്ണൂർ ജില്ലയിൽ എവിടെയാണ് കിട്ടാൻ സാധിക്കും? ഇത് പാപ്പിനിശ്ശേരി എന്നാണ് വാങ്ങിച്ചത്. മോനെ പോയിട്ട് വാങ്ങിച്ചത് ആണല്ലേ? പാപ്പിനിശ്ശേരി എന്നാണ് മീൻ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ഏകദേശം നല്ല രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി കൂടുതൽ കാര്യങ്ങൾ വരും വീഡിയോകളിൽ നമുക്ക് അറിയിക്കാം. എങ്ങനെയാണ് ഇതിൻ്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങളും അതിൻ്റെ ആരോഗ്യമൊക്കെ നോക്കാം. ഇത് മീൻകുട്ടികൾ ചത്തുപോകുന്ന ഒരു അവസ്ഥ ഇല്ല. അതിനകത്ത് അമോണിയ കൂടുതലായിട്ട് ചത്തും. പക്ഷേ ഒരു പ്രാവശ്യം 1-2 ചത്തു. അതിന് വേറെ പിന്നെ ഒന്നും ആയി. ഇപ്പോൾ ഫിൽറ്റർ വെക്കുമ്പോൾ അമോണിയനെ കൺട്രോൾ ചെയ്യാൻ പറ്റൂലേ? ഫിൽറ്റർ ചെയ്യുമ്പോൾ അമോണിയനെ കൺട്രോൾ ചെയ്യാൻ കഴിയും. പിന്നെ ആ വെള്ളം ഇതിൻ്റെ അകത്ത് ഒരു ഭാഗം ചെരിഞ്ഞു വരും വെള്ളം.
ഒരു സൈഡ് ചെരിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ ഈ കാസ്റ്റെല്ലാം ഉണ്ടാവുള്ളൂ. അത് ഒരു സ്ഥലത്തേക്ക് അടിഞ്ഞു പോകും. ആ വെള്ളം നമ്മൾ മോട്ടറിൽ നിന്ന് ഇതിലേക്ക് കൊടുക്കുകയും ഫിൽറ്ററിലേക്ക്. ഈ എല്ലാ തന്നെ വെച്ചാൽ ഈ കാസ്റ്റം തേച്ച് നമ്മൾ പച്ചക്കറി വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര വിളവായിരിക്കും. അതായത് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും പച്ചമുളകെല്ലാം. അപ്പോൾ ഇതിൻ്റെ അനുബന്ധമായിട്ട് നമുക്ക് വേറെ വാഴക്കൃഷി തുടങ്ങിയതൊക്കെ നമുക്ക് നടത്താൻ സാധിക്കും. വെള്ളം ഉണ്ടെങ്കിൽ സൂപ്പർ പരിപാടി. അതിന് സമ്മിശ്രമായിട്ട് കൃഷി ചെയ്യുന്ന രീതിയാണ്. അപ്പം അദ്ദേഹം കുറച്ച് വാഴയും കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു നല്ലൊരു മാതൃകാ തോട്ടമാക്കി നമ്മൾ ചെറിയ രീതിയിൽ നമ്മൾ ചെറിയൊരു ഏരിയയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. അത് കോസ്റ്റ് കുറച്ച് കൂടുതലാണ്. പക്ഷേങ്കിൽ നമ്മൾ കോസ്റ്റ് ബെനിഫിറ്റ് റേഷ്യോ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ നമുക്ക് ലാഭം കിട്ടാവുന്ന ഒരു പദ്ധതിയാണ്. ഞാൻ കൂടുതൽ വരും വീഡിയോകളിൽ അദ്ദേഹത്തിൻ്റെ നിലവിലെ സാഹചര്യങ്ങൾ പുരോഗമനം അനുസരിച്ച് ഞാൻ പുതിയ വീഡിയോകൾ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഒരിക്കൽ കൂടി വീഡിയോ ആണ് എല്ലാവർക്കും നന്ദി രേഖപ്പെടുന്നു. താങ്ക് യു.